ഹലോ, രാജമ്മയല്ലേ? ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. നാളെ തൊട്ട് വരണ്ടേട്ടാ, നാളെ വരണ്ടേട്ടാ പണിക്ക്. എന്തേന്ന് വെച്ചാൽ ഇവിടെ പണിയൊന്നും ഇല്ലടി. അതിപ്പോൾ അത്യാവശ്യം ആകെ 2-3 ആളുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ മരുമകൾ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇനിയിപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഇപ്പോൾ ആവശ്യമില്ല. ഇതുവരെ ഞാൻ ഒറ്റക്കായത് കൊണ്ടാണ് നിന്നെ നിർത്തിയത്. അപ്പോൾ നിനക്ക് തരാനൊന്നും ഇല്ലല്ലോ, എല്ലാം കണക്ക് തീർത്തി തന്നതല്ലേ. പൈസ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്നോ, ഞാൻ തരാം. എന്തായാലും ഇതുകാലം വരെയും പണിയെടുത്തല്ലേ, അപ്പോൾ വായോ, നീ തരാം. വിഷമം പണ്ടെന്താ മോളെ കാര്യം? അത് എന്താ പറയുക, പിന്നെ വിളിക്കാം. ഇപ്പം ആവശ്യം ഇപ്പം അത്രയ്ക്കുള്ള പണി തന്നെ ഉള്ളു കുടുംബത്ത്, അതുകൊണ്ടാണ് കേട്ടാ. ആവശ്യം ഉണ്ടാകുമ്പോൾ വിളിക്കാം കേട്ടാ. ശരി, മോൾക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ വന്നോ, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടാ. പണിയില്ലടി, അതുകൊണ്ടാണ്. പണിക്ക് കൂടുതലൊക്കെ ഉണ്ടാകുമ്പോൾ വിളിക്കുക. എന്നാൽ ശരി കേട്ടാ. ശരി. എന്തിനാ ഇപ്പോൾ പണിക്കാരുടെ ആവശ്യം? ഇവിടെ പണിക്കാർക്കുള്ള ആവശ്യത്തിനുള്ള പണികളൊന്നുമില്ല. ആകെ ഇത്ര പണിയല്ലേ ഉള്ളൂ. ഇവിടെ വന്നമാരവൾക്ക് ചെയ്യാനുള്ള പണി തന്നെ ഉള്ളൂ. ഇവരൊരു പണിക്കാർ, വേറെ പണി അവരവിടെ നിന്നോട്ടെ. ഇനിയുള്ള പണി അവൾ ചെയ്തോട്ടെ, അവൾക്ക് ചെയ്യാനുള്ളത് തന്നെ ഉള്ളൂ. കൂടുതൽ പണിയൊന്നുമില്ല. സാബിര, ഉള്ള ചായ കൊണ്ടുവാ. എന്നമ്മ ചായ? ഞാനേ എത്ര പ്രാവശ്യമായി ഞാൻ ചായ ചോദിച്ചിട്ട്. ഇപ്പം നീ ചായ കൊണ്ടുവരിക? ആ രാജമ്മയാണെങ്കിൽ എപ്പോൾ ചായ കൊണ്ടുവന്നിട്ടുണ്ടാവും അറിയോ? ചായ കൊണ്ടുവന്നിരിക്കുന്നു, ഒരു പൊട്ട് മധുരമില്ല, പച്ചവെള്ളം പോലെ ചായ കൊണ്ടുവന്നിരിക്കുന്നു. ചായയാണത്. വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്ന പഠിപ്പാവൂലേ? ഈ വീട്ടിലത്തെ എല്ലാ ജോലികളും ചെയ്ത് വയ്യാണ്ടായി. ആ ചേച്ചി എപ്പോഴാ വരിക? അതിനൊന്ന് വിളിക്കും വന്ന്. ഏത് പെണ്ണും വരില്ല. നിനക്കുള്ള ചെയ്യാനുള്ള പണി തന്നെ ഉള്ളൂ. ചെയ്തുകൂടാങ്ങണ്ട്. പാത്രങ്ങളിൽ 2 പാത്രങ്ങളിൽ ഒന്ന് അടിച്ചോര് തുടയ്ക്കുക, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല നിനക്ക്. നീ വലിയേ ഇത്ര സ്വർണ്ണമൊന്നും കൊണ്ടുവന്നിട്ടില്ല, അത്യാവശ്യം നല്ല കൊണ്ടുവന്നിട്ടുള്ളൂ. അത് നിനക്ക് ചെയ്യാനുള്ള പണി തന്നെ ഉള്ളൂ. ഞാൻ ആ പെണ്ണെ നിർത്തിയാൽ ഇനി ആ പെണ്ണെ കൊണ്ടിട്ടില്ല. നിനക്ക് ചെയ്തുകൂടാങ്ങണ്ട്. എനിക്ക് ആളെ വേണത്ര, ആളുമില്ല, ആരുമില്ല, ആരെയും കൊണ്ടിട്ടില്ല. പക്ഷേ നിൻ്റെ ഉമ്മ തരാനില്ലേ ബാക്കി സ്വർണ്ണം, പോയി മേടിച്ചുകൊണ്ട് പോയോ. അന്നേരം നമുക്ക് തീരുമാനിക്കാം വേലക്കാരനെ നിർത്തണോ നിർത്തണ്ടേന്ന്. അതുവരെ നീ എന്നെ ഇവിടുത്തെ വേലക്കാരൻ. ഈ എന്തിനാണ് എപ്പോഴെപ്പോഴും അതിന് ചീത്ത പറഞ്ഞിരിക്കണേ? നമ്മൾ കൊണ്ടുവന്ന് പാവപ്പെട്ട വീട്ടിൽ നിന്ന് നല്ല സ്വഭാവമുള്ള കുട്ടിയല്ലേ, എന്തിനാ അതിന് എപ്പോഴെപ്പോഴും ചീത്ത പറഞ്ഞിരിക്കണേ? നിങ്ങൾ എന്തിനാ അവളെ എത്ര സപ്പോർട്ട് ചെയ്യണേ? അവര് നിൽക്കണ നിലയ്ക്ക് നിർത്തണവരെയൊക്കെ, അല്ലെങ്കിൽ അവര് തലേമ്മ കയറിയിട്ട് മിളകരയ്ക്കും. നിങ്ങൾ എന്തോ ചെയ്യേ, നിങ്ങളുടെ പാടായി. അതൊന്നും പറയാനില്ല. ഉപ്പ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിക്കുക മരുവൾക്ക്. നല്ല ഉപ്പാക്കനുസരിച്ച് മരുവളും, മരുവൾക്കനുസരിച്ച് ഉപ്പയും. നമ്മൾ മാത്രം ഇവിടെ ഒറ്റ. അവനെന്തെങ്കിലും അറിയണ? അവൻ അവിടെയല്ലേ. ഇവിടെ നമ്മളല്ലേ കിടന്നിട്ട് കയറുകൊള്ളണം. ഞാൻ എന്നോട് ആരും അടിയാവൊന്നും വേണ്ടെന്ന് ഞാൻ നേരത്തെ ചോദിച്ചു എന്നുള്ള. ചേച്ചി എപ്പോഴും വരുന്നില്ലേ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇവിടെയൊക്കെ ഞാൻ ചെയ്യാനുള്ള പണികൾ തന്നെ ഉള്ളൂ, ഞാൻ ചെയ്തുകൊണ്ട് അതൊന്നും കുഴപ്പമില്ലമ്മ. നീ തന്നെ ചെയ്യണം, അതിനാണ് മരുമക്കളെ കൊണ്ടുവരുന്നത്.